വെൽക്കം, ടേക്ക് യുവർ സീറ്റ്. ഓഫീസറെ, ബഡ്ജറ്റ് മീറ്റിങ്ങിന് എല്ലാ സ്റ്റാഫും വന്നോ? ബോണസ് ചോദിച്ചുകൊണ്ട് എല്ലാവരും വെളിയിൽ നിന്ന് സമരം ചെയ്യുക. എംഡി സാർ വരുന്ന വഴി കണ്ടില്ലായിരുന്നോ? എന്താ പറയുന്നു ഓഫീസറെ? പിന്നല്ലാതെ ഉടുപ്പി ഹോട്ടലിലെ ബോണ്ടാ സെറ്റ് പോലെ ഇവിടെ ഇരിക്കുന്നത് തന്നെ രണ്ടുപേര്. ഇതുപോലത്തെ കാര്യമൊന്നും ബഡ്ജറ്റ് മീറ്റിംഗ് സംസാരിക്കണ്ട. സാറേ എംഡി സാറേ, എന്താ ഓഫീസറെ, വരവല്ല ഒരു പേജിലും ചെലവല്ല 9 പേജിലും ഉണ്ടല്ലോ. സൂക്ഷിച്ചു നോക്ക്. ആ വരവിന്റെ ഒരു പേജ് കാലിയായിട്ടിരിക്കുക. താങ്കളുടെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓഫീസറെ, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മുടെ ചാനലിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ്. അതിനെന്താണ് കാരണമെന്ന് എനിക്കറിയണം. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നമ്മുടെ ചാനൽ ആരംഭിച്ചിട്ട് ഇപ്പൊ 5 വർഷമാകുന്നു. ഓഹോ. അത് മാത്രമല്ല, മറ്റ് ചാനലുകൾക്ക് പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ചാനൽ എന്താ പരസ്യം വരാത്തെ? എന്താന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന് ഒരു പരസ്യം ആവശ്യമാണ്. കേട്ടോ, ചായക്കാശിങ്ങതാ. ഓഫീസറെ, പയ്യൻ ചായ കുടിക്കാൻ കാശ് ചോദിക്കുന്നു, ചില്ലറ കൊണ്ടേ കൊടുക്കും. സോറി ഫോർ ദി ഇന്ററപ്ഷനെ. നമ്മൾ കുടിച്ച ചായക്കാ അവൻ കാശ് ചോദിക്കുന്നത്. ഓ അനിയ, ഇവിടെ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അനിയും പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാൻ പറ്റുമോ? ഒരു പണിയില്ലാണ്ട് ചൊറിയും കുത്തി ഇരിക്കല്ലേ ആളെ കളിയൊക്കെ. ഇപ്പൊ എന്റെ ബോസിനോട് പറഞ്ഞിട്ട് വരാം. അനിയ 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 കമ്മിങ് ടു ദ പോയിന്റ്. സോറി എംഡി സാറേ, ഇനി ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നെ ഒരു പരസ്യം ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടാൽ കൊള്ളാം. അതിൽ ഒരു പ്രശ്നമുണ്ട് എംഡി സാർ, ലോക്കലിലുള്ളവന്മാർ തരത്തില്ല. കാരണം നമ്മുടെ കഴിവ് നന്നായിട്ട് അവന്മാർക്കറിയാം. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ പരിപ്പ് വേഗില്ല, അങ്ങനെയല്ലേ? വെളിനാട്ടില് വേഗാൻ സാധ്യത വല്ലതും ഉണ്ടോ? ഉണ്ട്. 3 ബിസിലടിച്ചാൽ വേഗാൻ സാധ്യതയുണ്ട്. ഐ മീൻ, പുറത്തെവിടെയെങ്കിലും പുതിയ കട തുറന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇടിച്ചില്ലാന്ന് എന്നാ കിട്ടും. ഈ അറിവ് നിങ്ങൾ എവിടേക്കോ എത്തിക്കും. വാട്ട് ആർ യു വെയിറ്റിംഗ്? ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. ഗണേശ, വിഘ്നവിനായക, കട തുടങ്ങി 3 ദിവസമായി. കച്ചവടം നല്ലോണം തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് നല്ലവണ്ണം തന്നെ പോകണം. ചേട്ടാ ചേട്ടാ, കടയടക്ക്. എന്ത് പറ്റിയാ? ഇൻകം ടാക്സ് ഓഫീസർ വരുന്നുണ്ട്. പിടിച്ചാ കട്ടയും പടവും മടങ്ങും. നിന്റെ നാവ് കത്തിക്കണം. കട തുറന്നപ്പോഴേക്കും പോടാ. ഇൻകം ടാക്സ് ഓഫീസേഴ്സോ? സാർ, ബിസിനസ് ടൈമാണ്, സ്റ്റാഫൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി, നമുക്ക് പറഞ്ഞു തീർക്കാം. എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഒരു മിനിറ്റ് ഓഫീസർ, ഒരു 5 ഒരു 5 lakhs. 5 ലക്ഷം? അത് മതിയോ നിങ്ങൾക്ക്? ഇന്നേ ചേട്ടാ. പേടിക്കണ്ട പേടിക്കണ്ട. എന്നാ അയ്യോ, മൊത്തമായിട്ട് 5 ലക്ഷം ഉണ്ടോ? അതെ സാറേ, വാങ്ങിക്കോ. അയ്യോ, ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കുടുങ്ങുന്നേ. ഡിപ്പാർട്ട്മെന്റോ? എന്ത് ഡിപ്പാർട്ട്മെന്റ്? ഞങ്ങള് AAA TV മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നത്. എന്താ എംഡി സാറേ ഇത്? ഇങ്ങേരുടെ മോന്ത കണ്ടിട്ട് ലോഡ് വലിക്കുന്ന കാളെ പോലെ ഉണ്ടല്ലോ. എടോ, കളിയാക്കാതെ ആട് കൺഫേം ചെയ്യാനുള്ള മാർഗം നോക്കടാ. ചേട്ടാ, ഞങ്ങക്ക് ദയവായിട്ട് ഒരു ആട് ഒന്ന് സഹായിക്കും. എന്താ ബഡ്ജറ്റ്? എടോ, ധൈര്യമായിട്ട് 5 ലക്ഷം പറ. ചേട്ടാ, 5 ലക്ഷം. ഒരു 4 ലക്ഷം രൂപ. 3 ലക്ഷം. 2 ലക്ഷം രൂപ. 1 ലക്ഷം. ചേട്ടാ, 50,000 രൂപ കൺഫേം ചെയ്യാൻ ചേട്ടാ. അതിനേക്കാളും കുറച്ചെടുത്ത കടയ്ക്ക് നാണക്കേടാ ചേട്ടാ. 5,000 rupees ഫൈനൽ. 5,000 രൂപയോ? നോ ഡിസ്കഷൻ, വൺ കണ്ടീഷൻ. തമന്ന, സമന്ത, അഞ്ജലി 3 പേരും മിക്സ് ആയതുപോലെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വാ. ആഡ് കൺഫേം. 5,000 രൂപയ്ക്ക് തമന്ന, സമന്ത, അഞ്ജലി 3 പേരെ മിക്സ് ചെയ്ത് ഒരു പെണ്ണ്. പോയടാ. എടാ ചേട്ടാ, അവന്റെ കാര്യം പോട്ടെ, അവൻ ഓഫീസ് ബോയ് അല്ലേ. ഞാനാ MD, ഞാനാണ് എല്ലാം. ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. ആഡ് കൺഫേം. മരിച്ചവരെ അടക്കം ചെയ്യുന്നതിന് തന്നെ 10,000 ചെലവാ. 5,000 രൂപയ്ക്ക് ആഡ് ചെയ്യാമെന്ന് എന്തിനാ സമ്മതിച്ചത്? സാറ് കൊടുക്കുന്ന 5,000 രൂപയ്ക്ക് കരീന കപൂറും പ്രിയങ്ക ചോപ്രയും വന്ന് സ്വർണ്ണ തിളക്കം ജുവലറി, ജിഞ്ചിലക്കൻ ജിലിജിലക്കൻ ജുവലറി എന്ന് പാടി അവരെല്ലാം ഡാൻസ് ചെയ്യുമെന്നാണോ? ഓഫീസർ, ഒന്നുകൂടെ ചെയ്തേ. എന്തിന്? ഒന്നുകൂടെ ചെയ്യേ. സ്വർണ്ണ തിളക്കം ജുവലറി, ജിഞ്ചിലക്കൻ ജിലിജിലക്കൻ ജുവലറി. 10 പൈസ ചെലവില്ലാതെ ഫ്രീ ആയിട്ട് നമുക്കൊരു മോഡലിനെ കിട്ടി ഓഫീസറെ. ഇങ്ങോട്ട് വാടി എന്റെ കരീന ചോപ്ര. ചേട്ടാ, ഇതാണ് കരീന. ചേട്ടാ, ഇതാ കരീന ചോപ്ര. നമസ്തേ പോൽ. നമസ്തേ. ഫണ്ണി ഇംഗ്ലീഷാ.
ബോംബെയിലെ അതാ ഇംഗ്ലീഷ്. പ്രസാദം. സ്വർണ്ണത്തിലകം ഒന്ന് നോക്കുവിൻ. തങ്കം വെള്ളി വൈരം എല്ലാം വാങ്ങിച്ചെല്ലുവിൻ. നമ്മുടെ സ്വന്തം ബന്ധം എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. കൈരാശിയുള്ള കടയാണെ വേഗം വാങ്ങുവിൻ. കൈരാശിയുള്ള കടയാണെ വേഗം വാങ്ങുവിൻ. സ്വർണ്ണത്തിലക്കം ജ്വല്ലറി, ജിഞ്ചിലക്കം ജ്വല്ലറി. നിങ്ങളുടെ ഏവരുടെയും മനം കവരുന്ന സ്വർണ്ണത്തിലക്കം ജ്വല്ലറി. ഒന്ന് എഴുതി കൊടുക്കുക. കാര്യങ്ങൾ എന്തെങ്കിലും എന്നെ കിട്ടുന്ന ആട്ടെ, അവർക്കായില്ലേ. രാവിലെ ഓഫീസ് പോലും തുറക്കാതെ എവിടെ പോയി തൊലഞ്ഞവൻ. ആദ്യം ശമ്പളം കട്ട് ചെയ്യണം. നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ്. നിങ്ങളുടെ ട്രിപ്പിൾ എ ചാനലിൽ ജോലി ചെയ്ത് എനിക്ക് ഇതും കിട്ടും, ഇതിന്റെ അപ്പുറവും കിട്ടും. ഇതെന്റെ രാജിക്കത്താണ്. താങ്കൾ സ്വീകരിക്കുന്നേ സ്വീകരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇനി എന്റെ പുറകെ വന്ന് എന്നെ ജോലിക്കായിട്ട് തിരിച്ചു വരുത്താൻ എന്നെ അന്വേഷിച്ച് എന്റെ ബേക്കറിയിൽ വന്നാൽ അപമാനം താങ്ങാനാവാതെ ഞാൻ തൂങ്ങിച്ചാവും നിങ്ങളുടെ മുന്നിൽ എന്ന് ദേഷ്യത്തോടെ കല്യാണരാമൻ. എത്ര അഹങ്കാരം ഉണ്ടെങ്കിൽ ഇവൻ. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയ ഏതെങ്കിലും കസ്റ്റമർ കഴിക്കുവോ? നിനക്കൊന്നും നാണമില്ലടാ. എന്നെ അന്വേഷിച്ച് എന്റെ ബേക്കറി വന്നാൽ അപമാനം താങ്ങാനാവാതെ തൂങ്ങിച്ചാകും എന്ന് ദേഷ്യത്തോടെ കല്യാണരാമൻ. എന്താടാ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നറിയോ നിങ്ങൾക്ക്? എടോ എന്താടോ പെണ്ണുങ്ങളെ പോലെ കരയുന്നത്? ഈ അസമയത്ത് നിങ്ങളുടെ അന്തപുരത്തിലേക്ക് എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എന്ത് വിഷയ സാറേ? അനിയ, ആ ബോംബെ കുട്ടി കരീന ചോപ്ര എന്റെ കൺമുമ്പിൽ തന്നെ നിപ്പുണ്ട്. നോക്ക് നോക്ക്. സ്വർണ്ണത്തിളക്കം ജ്വല്ലറി, ജിഞ്ചിലക്കം ജ്വല്ലറി. എന്തൊരു ഭംഗിയാ, എന്തൊരാട്ടമായിരുന്നു അവളുടെ. ആ കരീന ചോപ്ര എന്റെ മനസ്സിന് ചെറുനാരങ്ങിയെ പോലെ കച്ചക്ക് കച്ചക്ക് എന്ന് പിഴിയുവാടാ. അതുകൊണ്ട് ആ ബോംബെ കുട്ടീനെ എനിക്ക് നീ ഒപ്പിച്ചു തരണം പ്ലീസ്. ആ കുട്ടീന്റെ കൂടെ ഒരു ദിവസം ജീവിച്ചില്ലെങ്കിൽ ഈ ശരീരം വേവില്ല, ഒരിക്കലും വേവില്ല. പ്രോമിസ്. ക്യാഷ്, ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്റെ അടുത്തുനിന്ന് എടുത്തോ. ഐശ്വര്യ ദേവി ഏത് റൂട്ടിൽ വന്നാലും എന്താടാ. എന്നോട് ആ ജോലി നോക്കാൻ പറഞ്ഞു. അത് പിന്നെ പോട്ടെ നോക്കാം. എന്നെ അയാൾക്ക് ഞാൻ തന്നെ കൂട്ടിക്കൊടുക്കണമോ? ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എം ഡി സാറേ? ഒരു കറ തീർന്ന ബ്രഹ്മചാരിയെ കൊണ്ടുപോയി 5000 രൂപയ്ക്ക് പണയം വെച്ച നിങ്ങൾ നന്നാവില്ല. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് കരുതി ഫാനിൽ തൂങ്ങാൻ പോയതാ ഞാൻ. എന്നിട്ട് പിന്നെ എന്താ ചെയ്യാൻ ഞാനോ? വീട്ടിലുള്ളത് ടേബിൾ ഫാനാ, അതിലെങ്ങനെ തൂങ്ങിച്ചാവുന്നത്? ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഓഫീസറെ ദേഷ്യപ്പെടണ്ട. ജീവിതമാകുമ്പോ നന്മയും തിന്മയും ഒക്കെ ഉണ്ടാവുന്നേ. നമ്മൾ വേണം അരയന്നത്തെ പോലെ രണ്ടും പിരിച്ച് കൈകാര്യം ചെയ്യാനായിട്ട്. അരയന്നം വന്നങ്ങ് പിരിച്ച് കേട്ടിട്ട് മേളിലോട്ടങ്ങ് പറന്നു പോകും. സുകുമാരൻ നായർക്ക് ഞാൻ ആരാന്ന് മനസ്സിലായെങ്കിലേ അങ്ങേരന്റെ എല്ലാം രണ്ടാക്കും. ഇതോടെ താങ്കളോടൊപ്പമുള്ള എല്ലാ പരിപാടിയും നിർത്തി എന്നെ ശല്യപ്പെടുത്താതെ സ്ഥലം കാലിയാക്ക്. മിസ്റ്റർ കല്യാണരാമൻ, ആലോചിക്കാതെ വാക്കുകൾ ഉച്ചരിക്കരുത്.
5 കൊല്ലത്തിനു മുമ്പ് നിങ്ങൾ ബേക്കറി വെച്ച് എന്നോട് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ AAA TV. എടോ എന്താടോ ഇതൊക്കെ? സാറേ ദേഷ്യപ്പെടല്ലേ. സാറിനെ എങ്ങനെയും ഒന്ന് ഇംപ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ AAA ചാനൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് കയറണം. അതിനുവേണ്ടിയാ സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. MD സാർ, MD ഫോൺ ബനേഗ ഉമാപതി, ഞാൻ കോമഡി ശരൺ. ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാർ. താങ്കൾ എന്നെ അസിസ്റ്റന്റ് ആയിട്ട് കൂട്ടിയെങ്കിൽ താങ്കളുടെ കാലിൻ്റെ ഇടയിലുള്ള ചെരുപ്പിനെ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാകും സാറേ. ഇത് സത്യം സാറേ. ഇങ്ങനെ ഒരു അടിമയാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഈ അറിവും വിവേകവും നിങ്ങൾ എവിടേക്കോ എത്തിക്കാൻ പോവുകയാണ്. യു ആർ അപ്പോയിന്റഡ് മിസ്റ്റർ കല്യാണരാമൻ ഓഫീസർ.